കേട്ടോ വേണു സാറേ, കൃത്യസമയത്ത് സാർ ഇടപെട്ടുകൊണ്ടാണ് ആ വിമലയ്ക്ക് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസ് അവർക്ക് പ്രതികൂലമായിട്ട് മാറിയാനെ. ഒരു മിനിറ്റ്, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ. കുറെ നാളെ നീ മുട്ടുകാലൊക്കെ പ്രവർത്തിച്ചിട്ട്. താങ്ക് യു സർ. താങ്കളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എങ്ങനെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് കേസ് തെളിയിക്കുമ്പോഴേക്കും വരത്തില്ലേ ഒരവകാശ കമ്മീഷന്മാര്. അത് നേരെ. പക്ഷെ ഈ SI അമ്മണി രായന്റെ അടുത്ത് ഒരു പണി നടക്കില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, ചീറ്റപ്പുലി. ഞാൻ പുലിയാന്നൊരു എല്ലാരും പോവോ. ബഷീർ അവിടെ നിൽക്കേ വരട്ടെ. സാർ ഇറങ്ങിക്കോളൂ. സാറിന് ഞാനൊരു കാർഡ് തരല്ലേ? അതുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓ ശരി. തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ അതോ? വേണ്ട സാറേ, വേണ്ട. എന്നാ കുറച്ച് ചിക്കന് മുടക്കേണ്ടി വരും. എത്ര വേണേലും മുടക്കാം. സത്യം? വേദനൊന്നും എടുത്തില്ലല്ലോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതായി. എന്റെ കർത്താവേ, ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോള് തടയുന്നത്. നിനക്ക് സ്തുതി. ഇന്ന് ഞാനൊരു ഫുൾ മെഴുകുതിരി കത്തിക്കും. സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വേണു. നമ്മൾ തമ്മിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത എന്റെ കടമയാണ്. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. വേണു പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ എത്ര നാൾ? എനിക്കറിയില്ല വേണു. അനിയത്തിമാർക്കൊരു ജീവിതം, അത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. വേണുവിന് വേണം ഒരു കുടുംബം, കുട്ടികൾ, എല്ലാം. നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണു എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ചെല്ലട്ടെ വേണു, സമയമായി. ഒരു നിമിഷം. ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല ആ മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും, എത്ര വൈകിയാലും ആ മനസ്സിലെ തീരുമാനം മാറ്റാൻ തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ. സ്വാമിനാഥൻ എന്ന യുവ പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ നോട്ടീസ് അവിടെ തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ദിവസേന വർണ്ണശബളമായ 3 പ്രദർശനങ്ങൾ. മുതലാളി പടക്കം പൊട്ടിച്ചത് വെറുതെയായി. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവളുമാരി ടാക്കീസ് തുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കഴിവേറി ബഷീർ ഇങ്ങനെ മലക്കം മറിയുമെന്ന് ആരറിഞ്ഞു? അനൗൺസ്മെന്റ്. നയന മനോഹരമായ സ്ക്രീനിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. മുതലാളി, നമ്മളെ ഈ സമയത്ത് കണ്ടുകഴിഞ്ഞാൽ ആകെ നാണക്കേടാ. ശരി, മുതലാളി കാറിനകത്ത് കയറിയുന്നു. കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ഞാൻ കാറിൽ കയറിയിരിക്കാം. ഞാനും കൂടി അടക്കല്ലേ. തടസ്സങ്ങളും അവിഖ്യാതികളും മറികടന്ന ശത്രുക്കളുടെ നാവടക്കിയും പാപ്പച്ചന്മാരുടെ മുനയൊടിച്ചു. മഹാരാജ ടാക്കീസ് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. കാണാൻ വരുന്നവരുണ്ടെങ്കിൽ പോരടാ നോട്ടീസ്. ആണത്തമില്ലാത്തവന്മാരെ, പെണ്ണുങ്ങളോട് പടവെട്ടാൻ വരുന്ന 2 കെട്ടവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങളുടെ തല കൊയ്യാനായി ഇതാ പോക്കിരി രാജ എത്തുന്നു. താടി വെച്ചവന്മാരും താടി വെക്കാത്തവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവന്മാരും കേൾക്കാൻ വേണ്ടി പറയാം, പോക്കിരി രാജ, പോക്കിരി രാജ, പോക്കിരി രാജ. മതി, തൃപ്തിയായി. വിട്ടോ. ഇന്നു മുതൽ മഹാരാജ കണ്ട പരസ്യമായിട്ടല്ലേ കോളാമ്പിക്കുടി മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞവൻ കളിയാക്കിയത്. അത് അവളുമാർ അവനെ കൊണ്ട് പറയിക്കുന്നതാ. പക്ഷെ ഞാനാരാ മോൻ? അവളുമാർക്കിട്ടൊരു വലിയ വെടിമരുന്നിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഇനി 1-2 മാസത്തേക്ക് ഏത് രാജ കളിച്ചാലും കാണാൻ ഒരു കുഞ്ഞു പോലും ആ ടാക്കീസിലേക്ക്. അതെന്താ മുതലാളിയാണ് ടാക്കീസ് നടത്താൻ പോണത്? എന്റെ സ്ഥലത്ത് എന്റെ ചെലവിൽ ഓപ്പൺ എയറിൽ നാട്ടുകാർക്ക് മൊത്തം ഓസിന് കാണാൻ നാളെ മുതൽ ആരംഭിക്കുന്നു പുന്നപ്ര ശിവന്റെ നേതൃത്വത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമല ലോക്കൽ സർക്കസ്. കമലും ലോക്കറ്റും? കമല ലോക്കറ്റൊന്നും അല്ല, പിന്നെ കമല ലോക്കൽ സർക്കസ്. കമല ലോക്കൽ സർക്കസ്. ബോർഡ് തൂക്കിയാലും ഇല്ലെങ്കിലും ആരും ഇങ്ങോട്ട് കേറത്തില്ല. നേരിട്ട് ഗോഷ്ഠി കാണാൻ സൗകര്യമുള്ളപ്പോ എന്തോന്നിനാ സിനിമ? റോഡ് മുഴുവൻ കമല സർക്കസുകാരുടെ പോസ്റ്ററാ. എല്ലാം നമ്മുടെ പോസ്റ്ററിന് മീതെ ഒട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാ നമ്മൾ എന്ത് ചെയ്യും വിമലെ? സർക്കസുകാർ 1-2 മാസം കൂടെ ഉണ്ടാവുമെന്നാ കേൾക്കുന്നേ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അയിടാ മതൊക്കെ ഒന്ന് പൂട്ടിയരെ. ഹോ, എന്റെ കർത്താവ് തമ്പുരാനെ, വല്ല കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ വരുത്തി ആ സർക്കസുകാരെ മൂടോടെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോണേ. അവര് പാവങ്ങള്. ആ പാവങ്ങള്, ആ പാപ്പച്ചന്റെ കുഞ്ഞായ്മത്തരോ ഇതൊക്കെ.
ഞാൻ അന്നേ പറഞ്ഞതാ വിളവെടുക്കാൻ തുടങ്ങിയപ്പോഴേ നിലയ്ക്ക് നിർത്തണോന്ന്. അന്ന് കേട്ടില്ല. അന്ന് വിമല പറഞ്ഞത് നമ്മളെല്ലാം പെണ്ണുങ്ങളല്ലേ എന്ന്. എന്നിട്ടിപ്പൊ എന്തായി? ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിമല എന്നേ കൊച്ചുങ്ങൾക്ക് കഞ്ഞിയും കൊടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് പൂട്ടി താക്കലും കൊണ്ടങ്ങ് പൊയ്ക്കോളാം. മുതലാളി എന്റെ ദൈവമാ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്ത് വേലക്ക് പോണെന്നൊരു എത്തും പിടിയില്ലാതെ നിൽക്കുമ്പോഴാണ് എന്റെ മുതലാളി ഈ പണി എന്നെ ഏൽപ്പിച്ചത്. ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു ശിവ? ആളെങ്ങനെ ഉണ്ടായിരുന്നെന്നാ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടം റിലീസ് ചെയ്യുമ്പോ ഉണ്ടാകുന്ന ആളില്ലേ, അതിന്റെ ഇരട്ടിയായിരുന്നില്ലേ? സംഭാവന പിരിക്കണ്ടെന്ന് മുതലാളി പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ പാത്രം നിറയെ ചൊള വീണേനെ. ആണോ? പിന്നല്ലാണ്ട് ഷോ കാണാൻ ആളില്ലാണ്ട് ടാക്കീസ് പൂട്ടിയിട്ട് ഒന്നല്ല 2 ഷോ നടന്നില്ല. ഇങ്ങനെ പോയാൽ അവളുമാരുടെ കാര്യം കട്ട പോകാം. അപ്പൊ എന്റെ കണക്കുകൂട്ടൽ പഴച്ചില്ല. 1-2 മാസം ആളില്ലാതെ ടാക്കീസ് പൂട്ടിയിട്ട് അവളുമാരവിടെ ഈച്ച അടിച്ചിരിക്കും. മുതലാളി, എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസ് മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് വിളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമലി ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ ഞാനിന്ന് മുതലാളി, ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്ക് കൊണ്ടുവരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയൂ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ? പാവം മുതലാളി, കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനൊരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ? ജോലി 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 പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ അതിനെ എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ വായിട്ടലപ്പിക്കുന്നേ? ചേച്ചി, എന്നാലും ഒരെന്നാലും ഇല്ല. ഓരോ ദിവസവും ടിവിയിലും പത്രങ്ങളിലും ഒക്കെ എന്തൊക്കെ വാർത്തകളാ വരുന്നത്. ബസ്സിൽ പീഡനം, ട്രെയിനിൽ പീഡനം. പെൺപിള്ളാരെ പുറത്തേക്ക് വിടാൻ തന്നെ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പേടിയാ. എന്തിന്? സ്കൂളിൽ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കൊച്ചിനെ വിടാൻ പോലും പേടിക്കുന്ന കാലമാ. പിന്നെങ്ങനാ? അതുകൊണ്ട് തൽക്കാലം എന്റെ മോള് ജോലിക്കൊന്നും പോണ്ട. ചേച്ചി, ഇത് UK ഒരു കമ്പനിയുമായി ടൈപ്പുള്ള സ്ഥാപന. തന്നെയോ അല്ല, ചേച്ചി കരുതുന്ന പോലെ എല്ലാ ജോലി സ്ഥലത്തും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടെ പോയാലും നമ്മൾ നമ്മളെ സ്വയം ശ്രദ്ധിച്ചാ മതി. അതൊക്കെ ശരി തന്നെ, എന്നാലും വേണ്ട, ശരിയാവൂല. പാർലമെന്റിൽ പുതിയ വനിതാ ബില്ല് പാസാക്കിയത് ചേച്ചി അറിഞ്ഞില്ലേ? ഏത് ജോലി സ്ഥലത്താണേലും ഇനി ഒരുത്തന്നെ വിളച്ചിൽ സ്ത്രീകളോട് നടക്കില്ല. നടന്നാലേ അപ്പ വിവരം അറിയും. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനാ വല്ലപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കണമെന്ന് പറയുന്നേ. അതെ, എത്ര ബില്ല് ആരൊക്കെ എവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി പാസാക്കിയെന്ന് പറഞ്ഞാലും ശരി, ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചേച്ചി, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ പൊന്നു ചേച്ചി, വെറും 8 വേക്കൻസിക്ക് വേണ്ടി 200ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നേ. അതിൽ നിന്ന് ഇന്റർവ്യൂന്ന് വിളിക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യമല്ലേ? ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടണമെന്നില്ല. എനിക്കും അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം എല്ലാവരോടും പറയാ, ഈ കാര്യം മേലിലൂടെ പറയരുത്. മനുഷ്യന് മനസ്സമാധാന പ്രധാനം കേട്ടാ. ജോലി സ്ഥലത്തൊക്കെ കുഴപ്പമത്രേ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ആരും ജോലിക്ക് പോകുന്നില്ലേ? എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കാ. പെരുന്തച്ഛന്റെ സ്വഭാവം വേറെ ആരും. പോടി അവിടുന്ന്, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്.